സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ സർക്കാരിനെ ഇവിടെ നിന്ന് തോൽപ്പിച്ചു വിട്ട ജനങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ ഒരു വർഗീയ ശക്തികൾക്കും ഒരു ഒരു പറയുന്ന ജാതീയത പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്കും എഴുകാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാതിരുന്ന ഒരു സർക്കാർ തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. അതിൻ്റെ ക്യാപ്റ്റനായിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അത് വേണ്ട രീതിയിൽ തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. എന്താണോ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണോ ആ ആശയങ്ങളെല്ലാം അതേപടി നടപ്പിലാക്കാനായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്ന് സാരം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മുൻപ് നമുക്കറിയാം ബംഗാളിൽ ഒരു നിയമനം ഉണ്ടാവുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ബംഗാളിൽ ഒരാളെ നിയമിച്ചു. അയാളുടെ പേരായിരുന്നു മനോജ് കുമാർ അഗർവാൾ. ചീഫ് ഇലക്ഷൻ ഓഫീസർ ആയിരുന്നു അദ്ദേഹത്തിനെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. അപ്പൊ ഈ ഒരു കാര്യത്തിന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം. രാഹുൽ ഗാന്ധി മെയ് 12, 2026 പറഞ്ഞതാണ്. കൂടുതൽ വലിയ കള്ളത്തരം നടത്തുന്നയാൾക്ക് കൂടുതൽ വലിയ പ്രതിഫലം ലഭിക്കും. പശ്ചിമ ബംഗാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന മനോജ് അഗർവാളിനെ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സെക്രട്ടറിയെ നിയമിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങളാണിത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ഒരു കാര്യം നമ്മൾ കണ്ടത് അങ്ങ് ബംഗാളിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയകളിൽ നടന്നൊരു കാര്യത്തിനെ പറ്റി ഈ പറയുന്ന കോൺഗ്രസ് പ്രതികരിച്ച ഒരു കാര്യത്തെയാണെങ്കിൽ, ഇന്ന് കേരളത്തിലും ഇതേ സമാനമായൊരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് ആ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി, ഇന്നാണ് ആ ഒരു നിയമനം വന്നിരിക്കുന്നത്. ആ ഒരു മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഈ പറയുന്ന രത്തൻ ഖേൽക്കറിനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസിൽ BJPയുടെ സീൽ പതിച്ചതിനെ ന്യായീകരിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കും UDF കുറുമുന്നണികൾക്കും എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇനി 5 വർഷത്തേക്ക് മുള്ളുമുരിക്ക് കൊലീബി സഖ്യത്തിന് ന്യായീകരിച്ച് മെഴുകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ബംഗാളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമനം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ ബംഗാളിലെ പോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൂടിയാണ് BJP സീറ്റ് നേടിയെടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കുറെ പേപ്പർ കെട്ടുകളും ഒക്കെ ആയിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കേരളത്തിലടക്കം തൃശ്ശൂരിൽ BJPയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഉന്നത കുലജാതനുണ്ട്. അദ്ദേഹം MP ആയതും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാവാനായിട്ട് നിന്നതുമൊക്കെ ഇതേ രീതിയിലുള്ള വോട്ട് ചോരിയിൽ കൂടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നത്. ആ രാഹുൽ ഗാന്ധി തന്നെ പിന്നീട് പറയുകയുണ്ടായി, എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്, ഇത് വെച്ച് ഞാൻ നല്ല രീതിയിൽ പണിയുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടത് ഈ പറയുന്ന അനീതിക്കെതിരെ പോരാടുന്ന ഒരു നല്ല നേതാവ്, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ടത്. എന്നാൽ പെട്ടെന്ന് ആളിക്കത്തി പെട്ടെന്ന് അണയുകയും ചെയ്ത രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വികാരം അതും നമ്മൾ അവിടെ കാണാനിടയുണ്ടായി അല്ലേ. എന്തൊക്കെ കിട്ടിയിട്ടാണെന്ന് അറിയില്ല, എന്തായാലും അത് അണഞ്ഞു. ഈ ഒരു കാര്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ രത്തൻ ഖേൽക്കറിനെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ VD സതീശന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷന്റെ സമയത്ത് എങ്ങനെയാണ് VD സതീശന് കൃത്യമായിട്ട് സീറ്റുകളുടെ എണ്ണവും എത്ര പേര് തോൽക്കുമെന്നും ഇടതുപക്ഷത്തിന് എത്രയും വലിയ തോൽവിയാണ് ഉണ്ടാകുന്നതെന്നും BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നും ഒക്കെ പ്രവചിക്കാൻ സാധിച്ചെന്നുള്ളൊരു കാര്യം ഞാൻ നമ്മുടെ മുൻപുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ട്. മുൻപുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ ഒരു കാര്യം ഇപ്പൊ ഇങ്ങനൊരു നിയമനം വരുന്ന സമയത്ത് നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഇങ്ങനെ ഒരു തിരിമറികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ പുകഞ്ഞു നാറുന്നുണ്ട്. അതായത് ഈ നാട്ടിൽ ഇവിടെ ആര് ജയിക്കണം എന്നുള്ളൊരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രവചനം VD സതീശൻ നടത്തുന്നതിന് മുൻപ് തന്നെ അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 100 സീറ്റുകൾക്ക് മുകളിൽ UDF വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ 100 സീറ്റുകൾക്ക് മുകളിൽ വിജയിച്ചു അല്ലേ. അതേപോലെ തന്നെ ഈ 3 സീറ്റുകൾ BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആ 3 സീറ്റുകൾ തന്നെ കിട്ടിയില്ലേ. കൃത്യമായിട്ട് എത്ര മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞു. എത്ര മന്ത്രിമാർ തോറ്റു? അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ VD സതീശന് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ അന്ന് തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും, ഇത് ചിന്തിക്കാനായിട്ട് കഴിവുള്ള ആളുകൾക്കൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ അന്തം കമ്മിയും അന്തം കൊങ്ങിയും അന്തം സംഖ്യയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ കുറെ പേര് വന്ന് മെഴുകും, നീ എന്തിനാണ് ഈ പറയുന്നത്, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ഇങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ അങ്ങനെ ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു ചട്ടപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ആക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗാളിലെ ഈ പറയുന്ന നിയമനത്തിനെ കുറിച്ച് എതിർത്തു?
ഈ അതേ രാഹുൽ ഗാന്ധി ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ പറ്റി എതിർക്കാനായിട്ട് ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയ കളിയാണ് മോനെ ഇത്? ഇത് എന്ത് കമ്മിയാണെങ്കിലും എന്ത് കൊങ്ങിയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് തന്നെ പറയുക തന്നെ ചെയ്യും. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസിൽ ഒരു BJPയുടെ സീൽ വരികയുണ്ടായി, അല്ലെ BJPയുടെ ഒരു എംബ്ലം വരികയുണ്ടായി. അത് വന്ന സമയത്ത് അതിരൂക്ഷമായിട്ട് തന്നെയായിരുന്നു VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ദത്തൻ എന്ന് പറയുന്ന അയാളെ എതിർത്തത്. അങ്ങനെ എതിർത്ത സമയത്ത്, രത്തൻ എന്ന് പറയുന്ന ആളിനെ എതിർത്ത സമയത്ത് എന്താണ് ഉണ്ടായത്? ശക്തമായിട്ട് എതിർക്കുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടു. എന്നാൽ ആരോടാണോ ഈ പറയുന്ന VD സതീശൻ എതിർത്തത്, അല്ലെങ്കിൽ ആരോടാണോ രോഷം കാണിച്ചത്, അയാളെ തന്നെ ഇപ്പൊ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്ത് രാഷ്ട്രീയ കളിയാണ് ഇവർ കളിക്കുന്നത്? ഈ കേരളത്തിലെ ജാതിയുടെയും അതേപോലെ തന്നെ വർഗത്തിന്റെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകളിൽ നിർത്താൻ ശ്രമിക്കുന്ന ആളുകളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടൊരു സഖ്യം സൃഷ്ടിക്കുകയാണോ, അല്ലെ ഒരു സഖ്യത്തിന് രൂപം നൽകുകയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ തന്നെ ഇവർ തന്നെ ഈ ഇലക്ഷന്റെ സമയത്ത് BJPയെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ ഒരുമിച്ച് പറയുകയുണ്ടായി, അല്ലേ? അതായത് CJP എന്നൊക്കെയാണ്, അല്ലെ ഈ പറയുന്ന LDF എന്നുള്ളതിന് LJP എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ശരിക്കും നമ്മൾ എന്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? UJP എന്നാണല്ലോ നമ്മൾ കാണുന്നത്. UDFും അതേപോലെ തന്നെ BJPയും കൂടെ ലയിച്ച് UJP എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പല പേരുകളും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇവർക്ക് ഈ പറയുന്ന ഒരാളെ ഒരു പശ്ചിമ ബംഗാളിൽ തെറ്റായിരുന്നു കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കാണിച്ചത് തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ കാണിക്കുന്ന ഒന്നും തെറ്റല്ല, കേരളത്തിലെ എല്ലാം ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അന്തിചർച്ചകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എടുത്ത് ഞാൻ പറയുകയാണ്, ഒരു അന്തിചർച്ചയും ഉണ്ടാവില്ല ഈ ഒരു വിഷയത്തിൽ. കാരണം UDF ചെയ്യുന്നതെല്ലാം ശരിയാണ്, നല്ലതിനു വേണ്ടി മാത്രമേ അവർ ചെയ്യാറുള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പാപ്പരാസികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിലയിരുത്തുന്നതും ഒക്കെ. ഇതുവരെയും ഒരാൾ പോലും പത്രചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്ന ഞാൻ കണ്ടില്ല, മാധ്യമ ചർച്ചകളിൽ വന്നിട്ട് സംസാരിക്കുന്ന ഞാൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വസീഫ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മംഗലാപുരത്തേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയും സത്യപ്രതിജ്ഞയിലെ മേനോനും വന്ദേമാതരവും ഇപ്പോൾ രത്തൻ ഖേൽക്കറും മൊത്തത്തിലൊരു വശപ്പിശകുണ്ടല്ലോ CMA എന്ന് പറഞ്ഞുകൊണ്ടാണ് വസീഫ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മൊത്തത്തിലൊരു വശപ്പിശകുണ്ടല്ലോ എന്നുള്ളത്. വന്ദേമാതരം ആലപിച്ച ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത്, അത് വന്ദേമാതരം മുഴുവനായിട്ടും ആലപിക്കുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് എനിക്ക് പോയി നിർത്താൻ പറയാൻ പറ്റൂല്ല, ഞാനും പിന്നെ അതിനൊപ്പം അങ്ങ് നിൽക്കേണ്ടി വന്നു എന്നാണ് VD സതീശൻ അതിൻ്റെ മെഴുകൽ കൊടുത്തത്. അതെല്ലാം അണികൾക്ക് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അണികളെല്ലാവരും വന്ദേമാതരം നമ്മൾ അത് വേണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അതൊരു തെറ്റല്ല, അതൊരു പുതിയ തുടക്കമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പേരിനൊപ്പം മേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അഭിസംബോധന ചെയ്യുമ്പോഴും ഇതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. എന്നാൽ പലരും ഒന്നും മിണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഒരു നിയമനം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ചർച്ച ചെയ്യണം. കേരളത്തിൽ പല കാര്യങ്ങളിലും പിൻവാതിൽ നിയമനം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ മെഴുകിയിരുന്ന UDF തന്നെയാണ് ഈ മുൻവാതിലിൽ കൂടിയോ പിൻവാതിലിൽ കൂടിയോ അടുക്കളയിൽ കൂടിയോ എവിടെ കൂടിയോ ഒക്കെയോ പല ആളുകളെയും അങ്ങോട്ട് കയറ്റിയിരുത്താൻ ശ്രമിക്കുന്നത്. അതും സംഘികൾക്ക് മെഴുകാൻ വേണ്ടിയിട്ടൊരു കളം കേരളത്തിൽ ഒരുക്കി കൊടുത്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഇതെല്ലാം നടക്കും, ഇതെല്ലാം കാണാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചൊരു വിനയാണ്, അല്ലെങ്കിൽ നമ്മളായിട്ട് വരുത്തി വെച്ചൊരു പണി തന്നെയാണ്. അപ്പോൾ ഇതിൽ രാജീവ് ഒരു മറുപടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചു തരാം. സമാനമായ നിയമനത്തെ കുറിച്ച് പറഞ്ഞത് വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലമാണ്. അതാണ് കോൺഗ്രസിന് ബലമാണ്. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നത് കൊള്ള നടത്തിക്കൊണ്ടാണെന്നാണ് കോൺഗ്രസിന്റെ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രതിഫലം നൽകിയിരിക്കും. അപ്പൊ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന കമ്മീഷനായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചുമതല കൊടുക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനൊരു നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയപ്പോ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ നിയമനം ഇത് ഏത് രൂപത്തിലാണ് കോൺഗ്രസ് കാണുന്നത്, അത് അവരാണ് വ്യക്തമാക്കുന്നത്. കണ്ടില്ലേ, പറയുന്നതെല്ലാം അല്ലെങ്കിൽ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. തുടക്കത്തിൽ തന്നെ ചെയ്ത പണി പാളിപ്പോയി എന്നൊരു സാരം. അപ്പോൾ VD സതീശൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആ ഒരു ഗേറ്റിനപ്പുറത്ത് കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഈ രത്തൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദത്തൻ എന്ന് പറയുന്ന അയാളെ ഇങ്ങോട്ടേക്ക് ദത്തെടുത്തതോടുകൂടി. അപ്പോൾ ഇനിയും പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കിടക്കുകയാണ്. പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെല്ലാവരും വിശ്വസിച്ച് വോട്ട് കുത്തിയത് വെറുതെ ആയിട്ടില്ല, നല്ലതിന് വേണ്ടി തന്നെയാണ്. ഹിന്ദുക്കൾക്ക് അഭിമാന നിമിഷമാണ്. ഒരുപാട് കൈയടിക്കൂ, ആഹ്ലാദിപ്പിൻ, സന്തോഷിപ്പിൻ, അർമാദിപ്പിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ.